അതെ. മനഫ്, അതായത് ഇപ്പം ജില്ലാ കളക്ടർ തന്നെയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് നേവിയും ആർമിയും ഒപ്പം തന്നെ NDRF ഒക്കെ ചേർന്നുകൊണ്ടുള്ള സംയുക്ത ഓപ്പറേഷനാണ് ഇപ്പോൾ നടക്കേണ്ടത്. നമ്മളുടെ ഭാഗത്ത് നിന്ന് തൽക്കാലം ഇടപെടൽ വേണ്ട, ജിതിനെ കടത്തി വിടാമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ആ നിലയ്ക്ക് തന്നെ അതിനെ ഉൾക്കൊള്ളുകയല്ലേ നല്ലതല്ലേ? അല്ല, അതിൽ എന്താണെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ ഇത്രയും ദിവസം നമ്മളെ ഉണ്ടായിരുന്നല്ലോ, എല്ലാ രക്ഷാപ്രവർത്തനത്തിലും നമ്മൾ ടീമുണ്ടായല്ലോ, പല കാര്യത്തിനും നമ്മൾ ഉപയോഗപ്പെടും ഇവർക്ക്. ഇപ്പോൾ ഒരു അന്യരാജ്യത്ത് ഒരു അപകടം നടന്ന്, ഏതെങ്കിലും ഒരു രാജ്യത്ത്, പാകിസ്ഥാനിലൊരു അപകടം നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് സഹായം പോകുന്നത് നോർമലാണ്. അപ്പോൾ അല്ലല്ല, ഇന്ത്യ നമ്മളെ ശത്രുരാജ്യമാണെന്ന് പറഞ്ഞിട്ട് നിർത്തുന്നില്ല. ഇത് രണ്ട് തൊട്ടടുത്ത സംസ്ഥാനങ്ങളാണ്. ഇത് നാഷണൽ ഗെയിംസ് ഒന്നും അല്ലല്ലോ നടക്കണേ, ഒളിമ്പിക്സോ നാഷണൽ ഗെയിംസോ ഒന്നും അല്ലല്ലോ മത്സരത്തിന്. ഇത് സിമ്പിൾ കേസാണ്. നമ്മളെ വിട്ട് കഴിഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളെ പ്രശ്നം എന്താണ്? നമ്മളെ പ്രശ്നം ഈ ആളുകളുണ്ടല്ലോ, അതായത് ഇപ്പൊ ചെയ്തും കൊണ്ടിരിക്കുന്ന ഒരാളുകളുടെ കൂട്ടത്തിൽ ഒരു പ്രൊഫഷണൽ. ഞാൻ അരുണാണ്, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. മനാഫ്, ഞാനിപ്പോൾ SP യുമായി സംസാരിച്ചു. SP പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ 2-3 കാര്യങ്ങൾ SP സൂചിപ്പിച്ചു, നമ്മളത് കേൾക്കണം. അത് SP ലൈവിൽ വന്ന് പറഞ്ഞല്ല, എന്നെ പേഴ്സണലായിട്ട് പറഞ്ഞതാണ്, മെസ്സേജും ഇട്ടിട്ടുണ്ട്. അത് 2-3 കാര്യങ്ങളിൽ ഒന്ന്, സിവിലിയൻ റെസ്ക്യൂ അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുവെന്ന് ആർമിയുടെയും നേവിയുടെയും NDRFനും ഒരു പരാതിയുണ്ട്. അത് ആ പരാതി ജില്ലാ മേധാവികളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം. നിലവിൽ പുഴയിൽ തിരച്ചിൽ നടത്താൻ സന്നദ്ധ പ്രവർത്തകരുടെ ആവശ്യം ഇപ്പോൾ ഇല്ല. ഒരു നിമിഷം മനാഫ്, SP പറഞ്ഞ കാര്യം ഞാൻ ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് എന്താണ് നേരിട്ട് എന്നോട് SP പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരു ചുരുങ്ങിയത് ഈ രഞ്ജിത്ത് ഇസ്രായേലിയെയും മനാഫിനെയും ജിതിനെയും പ്രവേശിപ്പിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് രഞ്ജിത്ത് ഇസ്രായേലിയുടെ സേവനം ഇനി അവർക്ക് അവിടെ ആവശ്യമില്ല എന്ന് നേവിയും ആർമിയും NDRFും ജില്ലാ ഭരണാധികാരികളോട് ഒരുമിച്ച് തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി NDRFും നേവിയും കൂടിയാണ് തെരച്ചിൽ നടത്തുക. കുടുംബത്തിലെ ഒരു അംഗത്തെ അനുവദിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. ജിതിനെ അനുവദിക്കാമെന്നാണ് ഇപ്പോൾ SP പറഞ്ഞത്. ജിതിനിപ്പോൾ ഉള്ളിലേക്ക് പോകും. ജിതിൻ അവിടെ പോയി കണ്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വരട്ടെ. ഒരു കാര്യം മനാഫ് ഉള്ളത്, ചിലപ്പോൾ ചില ഇടങ്ങളിലെങ്കിലും ചിലരെങ്കിലും ശ്രമിക്കുന്നത് ഒരു കേരള-കർണാടക കോൺഫ്ലിക്റ്റ് ആക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ആ ട്രാപ്പിൽ വിട്ടു പോകേണ്ടതില്ല എന്നതാണ് എൻ്റെയും ഒരു അഭിപ്രായം. മനാഫിനും അതറിയാലോ, വളരെ സെൻസിബിളായ ഒരു വിഷയമാണ്. മനാഫ് ഇതുവരെയും വളരെ കൃത്യമായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനാഫ് ആ കാര്യത്തിൽ നമുക്ക് നോക്കാം എന്താണ്. ജിതിൻ പോയിട്ട് വന്ന് ജിതിൻ അവിടെ കണ്ട കാഴ്ചകൾ പറയട്ടെ. ഇപ്പോൾ നമുക്കിനി അവിടെയുള്ള ആ ഒരു ഇൻഫർമേഷൻ തരുന്ന ആൾ ജിതിനാണ്. ജിതിൻ അവിടെ പോയി കണ്ടതിനു ശേഷം നമുക്ക് എന്താണെന്നറിയാം. അതേസമയം തന്നെ കളക്ടറുമായി മനാഫ് ഒന്ന് സംസാരിക്കൂ. ഞാനിപ്പോൾ സംസാരിച്ചത് SP യുമായിട്ടാണ്. MLA അല്പസമയത്തിൽ നമ്മുടെ ലൈനിൽ വരും. നമുക്ക് കുറച്ചുപേരെ കൂടി അനുവദിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം. എന്തായാലും ഇനി നേവി വന്ന്, നേവിയുടെ അത്ര ട്രെയിൻഡ് അല്ലല്ലോ നമ്മളാരും. ഇപ്പം നമുക്ക് ആവശ്യം, അതായത് ഈ ദുരന്തങ്ങൾ നേരിട്ടും കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പോൾ രഞ്ജിത്ത് ആയിക്കോട്ടെ, പിന്നെയും കുറേ ആളുകൾ വന്നിക്കണ്. ഇപ്പം ഞാനും ജിതിനൊന്നും പോയിട്ടില്ലെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല. എന്താ പറഞ്ഞാൽ നമുക്ക് ഈ റെസ്ക്യൂ ചെയ്യുന്ന ആളുകൾ മനസ്സിലായി. അത് നമ്മളുടേതായ ഇപ്പോൾ ഒരു പൊതുസമൂഹത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ ഞാൻ വളരെ വിഷമമല്ല, എനിക്ക് രഞ്ജിത്ത് സായിനോട് ഒരു ബുദ്ധിമുട്ടുമില്ല. അദ്ദേഹത്തിന് വിഷമമില്ലെങ്കിൽ പോലും ഒരു കാര്യം ഞാൻ തുറന്നു പറയാം മനാഫ്. ആർമി ആണെങ്കിലും ശരി, NDRF ആണെങ്കിലും നേവി ആണെങ്കിലും ശരി, ഈ രഞ്ജിത്ത് ഇസ്രായേലി ഇത്തരം മിഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവാം. പക്ഷേ ഒരു ഒഫീഷ്യൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് അവർക്ക് ഔദ്യോഗികമായി അദ്ദേഹത്തെ സഹകരിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഉദാഹരണത്തിന് അവർ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ് മനാഫ്, എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ ഒരു സിവിലിയനിലുള്ള ഒരാളെ ആർമിയുടെ ഓപ്പറേഷനിൽ പങ്കെടുപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. സാങ്കേതികമായി ശരിയുമാണ്. നമുക്ക് ആർമിയുടെ കരുത്തോ ആർമിയുടെ ട്രെയിനിങ്ങോ നമുക്കില്ലാത്തതുകൊണ്ട് തൽക്കാലം നമുക്ക് അവർ പറയുന്നത് അനുസരിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല 144ൻ്റെ സാധ്യതയുള്ളൊരു മേഖല കൂടിയാണ്. തൽക്കാലം നമുക്ക് അവർ പറയുന്നത് കേൾക്കാം. അതേസമയം മനാഫ് ഇപ്പോൾ ചെയ്യേണ്ടത് കളക്ടറുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുക. SP പറഞ്ഞിരിക്കുന്നത് തൽക്കാലം നമ്മളത് കേൾക്കുന്നു. നമുക്ക് കളക്ടറുടെ ഒരു അനുഭവം കിട്ടിയാൽ ഓക്കെ മനാഫ്, ഇതാണ് സംഭവിച്ചത്. ഇത് ഞാൻ മനാഫിനെ ബ്രീഫ് ചെയ്തിരുന്നു മാത്രം. ഓക്കെ, ഇവിടുന്ന് 40 കിലോമീറ്റർ ഉണ്ട് കളക്ടർ ഓഫീസിലേക്ക്, കർവാർ ഓഫീസിലേക്ക്. മനാഫ് ഒന്ന് പോയി കളക്ടറെ കണ്ടുവരൂ. മാത്രമല്ല, നമ്മൾ ഇന്നലെ തയ്യാറാക്കിയ 25 പേരുടെ ലിസ്റ്റ് കളക്ടർക്ക് കൊടുക്കൂ. അതിനുശേഷം അവരൊരു തീരുമാനമെടുക്കട്ടെ. അതുവരെ നേവിയും എയർഫോഴ്സും NDRFും ആ രക്ഷാപ്രവർത്തനവും തെരച്ചിലും നടത്തട്ടെ. ജിതിൻ അവിടെ നിന്ന് കാര്യങ്ങൾ വിശദീകരിക്കട്ടെ. കുടുംബം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മനാഫ് നന്നായി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ട് മനാഫ് ഭക്ഷണമൊന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല എന്നെനിക്കറിയാം. അപ്പോൾ സമാധാനമായിട്ടൊന്ന് പോയിട്ട്. ഓക്കെ, താങ്ക് യു മനാഫ്. ഇതാണ് സംഭവിച്ചത് കേട്ടോ.
ഇത്രയുമാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ. Okay, താങ്ക് യു. okay. മനഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. താങ്ക് യു.